മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയം ദുർഗയെ അലട്ടുന്ന സമയത്ത് അത് ഉറപ്പുവരുത്താൻ പല മാർഗങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റെപ്പിൽ ഗ്രീസ് പുരട്ടി അവളെ തള്ളിയിടുന്നുണ്ട്. ശേഷം ഹോസ്പിറ്റലിൽ ഉണ്ണി കരുണയെ കൊണ്ടുപോയ അതേ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുന്ന ആ നിമിഷം ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നു. വീൽചെയറിലിരിക്കുന്ന ഭർത്താവിൻ്റെ പെണ്ണ് പ്രഗ്നൻ്റ്. ഇനി കണ്ണന് അറിഞ്ഞുകൊണ്ടുള്ള ഗർഭമല്ലെന്നുണ്ടെങ്കിൽ ഇത് മതി കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിയാൻ. ഇനി അറിഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ അവൾ വഴിപിഴച്ച് പോയെന്നറിഞ്ഞാൽ പോലും കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടിയിൽ വീണ്ടും മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരം തറവാട്ടിലേക്ക് വരുമോ എന്നുള്ള പേടിയാണ് ദുർഗയും അതുപോലെ ഉണ്ണിയെ അലട്ടുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷ പോലെ തന്നെ കണ്ണൻ അറിഞ്ഞുകൊണ്ടുള്ള ഗർഭമല്ല. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ കണ്ണൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവരുടെ മുമ്പിൽ നാടകം കളിക്കുവാണെന്നുള്ള കാര്യം അറിയാതെ ഉണ്ണിയും ദുർഗയും ഈ ഒരു സന്തോഷ വാർത്ത മതിമറന്ന് ആഘോഷിക്കുന്നുണ്ട്. മാത്രമല്ല ശത്രുക്കളെ എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നു. വാമദേവനും സീമന്തിനിയും സ്വാതിയും മേഘനുമൊക്കെ അവിടെ സന്തോഷപ്രകടനം തുടങ്ങി. മുത്തശ്ശിയും പ്രതാപനും കരുണയെ അറിയുമ്പോൾ അവർ 3 പേരും കൂടി കമലേശ്വരം തറവാട്ടിലേക്ക് വന്ന് മഹാലക്ഷ്മി പടിയിറങ്ങി കമലേശ്വരം തറവാട്ടിൽ റാണിയായിട്ട് വാഴാൻ കരുണയെ കൊണ്ടുവന്നാക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെയാണ് കരുണ ഇത്തവണ ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു പോയെന്ന് മാത്രമല്ല അവർ രണ്ടുപേരും വേർപിരിയുന്ന അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. എങ്കിലും കരുണയെ അലട്ടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുകയാണ്. താൻ ഒരു കുഞ്ഞിന് അമ്മയാകുന്നതിന് മുമ്പ് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകുന്ന ആ ഒരു കാര്യം പോലും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഉൾക്കൊള്ളാനാകുന്നില്ല. കാരണം ചേച്ചി അനിയത്തി അങ്ങനല്ല. ചേച്ചി എങ്ങനെയെങ്കിലും നശിച്ചു കാണണം, ചേച്ചിയുടെ കണ്ണീര് കാണണം എന്ന ആഗ്രഹത്തിൽ നടക്കുന്ന അവൾ എങ്ങനെയൊക്കെ ചേച്ചിയെ ഉപദ്രവിക്കാമോ ആ രൂപത്തിനെല്ലാം ഉപദ്രവിക്കുന്നുണ്ട്. ജീവൻ പോലും എടുക്കാൻ പലരെയും അയക്കുകയും ചെയ്യുന്നു. മഹാലക്ഷ്മിയെ കണ്ണൻ ഉപേക്ഷിച്ചെന്ന വാർത്ത അറിഞ്ഞ പ്രതാപൻ മോഹിനിയമ്മയോട് അതിനെപ്പറ്റി പറയുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേടി, നിൻ്റെ മകൾ എത്ര നാൾ അവനോടൊപ്പം സഹിച്ച് ക്ഷമിച്ച് ആ വീട്ടിൽ പൊറുക്കും. അവൾ മറ്റേതോ ഒരുത്തൻ്റെ കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുന്നു. അതിൻ്റെ പേര് അവൻ അവളെ ഉപേക്ഷിച്ചെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്ത് പറഞ്ഞാലും നിൻ്റെ അല്ലേ മകള്, വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്ന സമയത്ത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെ മോഹിനിയമ്മയാണെങ്കിൽ സങ്കടപ്പെടുന്നു. എന്നിട്ട് മഹാലക്ഷ്മിയെ വിളിച്ച് കാര്യം തിരക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ശത്രുക്കൾ എല്ലാവരും അറിഞ്ഞമ്മ. ഇതുപോലെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി വീണു. അയ്യോ മോളെ, കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? ഇല്ലമ്മ, ഈശ്വരൻ്റെ കൃപയാൽ കുഞ്ഞിന് യാതൊരു ആപത്ത് സംഭവിച്ചില്ല. പക്ഷേ കണ്ണേട്ടൻ പറഞ്ഞു ഇനിയും ഞാൻ ആ കമലേശ്വരം തറവാട്ടിൽ നിൽക്കുന്നത് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവന് തന്നെ ആപത്താ. ഞാനൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിച്ചവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരെങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. അതിനേക്കാളും ഭേദം ഞങ്ങൾ 2 പേരും 2 ഇടത്ത് താമസിക്കുന്നതാ. അവരുടെ മുമ്പിൽ ഞങ്ങൾ ശത്രുക്കളെ പോലെ അഭിനയിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാനും കണ്ണേട്ടനും തമ്മിൽ യാതൊരു പിണക്കവും ഇല്ല. ഞാനിപ്പോൾ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മോഹിനിയമ്മയ്ക്ക് ഒരല്പം സമാധാനമാകുന്നു. ഒരു കണക്കിന് മോളുടെ തീരുമാനം തന്നെയാണ് ശരി. ഇവിടെ ചില ദുഷ്ടജന്മങ്ങൾ നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിക്കുക. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൾ കൂടി കണ്ണനും മോളുടെയും ജീവിതം തകർന്നു എന്ന പേര് സന്തോഷിക്കുന്നത് കണ്ടിട്ട് ശരിക്കും ഈ അമ്മയ്ക്ക് വിഷമമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അവളുടെ സ്വഭാവം മുമ്പേ അങ്ങനല്ലേ, അത് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, എന്തായാലും ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്യുന്നു. അതേസമയം മേഘനാണെങ്കിൽ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ സന്തോഷ വാർത്ത അറിഞ്ഞോ? അറിഞ്ഞടാ മോനെ, അറിഞ്ഞ്. കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും മഹാലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യ എന്നേക്കുമായി ഒഴിഞ്ഞു പോയെന്നുള്ള സന്തോഷ വാർത്ത ഞാനും അറിഞ്ഞ്. ഞാൻ എപ്പോഴും കമലേശ്വരത്തെ സ്വത്തും മോഹിച്ച് കണ്ണൻ്റെ പിന്നാലെ നടക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഈ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒന്നേന്ന് സ്വന്തമാക്കണം. കമലേശ്വരം ജ്വല്ലറിയിൽ വീണ്ടും എനിക്ക് മാനേജറായിട്ട് കയറണം എന്നൊക്കെ പറയുമ്പം സീമന്തിനി ചോദിക്കുന്നു, അതിന് നിന്നെ കണ്ണൻ അവിടെ ജോലിയിലെടുക്കുമോ? എടുക്കണം അമ്മ. മഹാലക്ഷ്മിയെ വെറുത്ത കണ്ണൻ ഉറപ്പായിട്ടും നമ്മളെ ഇനി സ്നേഹിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ സ്നേഹം പിടിച്ചു പറ്റും. അങ്ങനെ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് വീട്ടിലെത്തിയോ, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നു എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. കണ്ണേട്ട എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടി ശത്രുക്കളെ പോലെ കുറച്ച് നാൾ നമ്മൾ അകന്ന് കഴിയുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണോ എന്ന് കണ്ണനും പറഞ്ഞുകൊണ്ട് നിൽക്കവേ
ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനും കണ്ണനാണെങ്കിൽ പതിവില്ലാത്ത സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുക്കുന്ന ഫുഡിലായാലും സംസാരത്തിലായാലും ആ പഴയ അമ്മ മകൻ സ്നേഹം പിടിച്ചു പറ്റാൻ വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ ഇങ്ങനെ മഹാലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടല്ല, എണീറ്റ് നിന്നുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ റൂം ലോക്ക് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. ദുർഗ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നതും കണ്ണൻ അവിടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എന്തായാലും പ്രൊമോ അവസാനിക്കുന്നത്. മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ ഓർമ്മിപ്പിക്കും, ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നിട്ട് എണീറ്റ് നടക്കല്ലേ കണ്ണേട്ടാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. അന്നേരം കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കും. ആ സമയത്തായിരിക്കും മിക്കവാറും ദുർഗ കണ്ണനെ കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് ദുർഗയെ നോക്കി പുഞ്ചിരിക്കുന്ന ഭാഗത്തായിരിക്കും എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം.